ടൗൺഷിപ്പ് സന്ദർശന വിവാദത്തിൽ സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി അപമാനിച്ചതായി കണക്കാക്കേണ്ട എന്ന് മമ്മൂട്ടി പറഞ്ഞു. താങ്കളോട് മാത്രമായി പറഞ്ഞതാണ്, അതെങ്ങനെ പുറത്തു വന്നു എന്നറിയില്ല എന്നും മമ്മൂട്ടി. കാളിദാസൻ ദേവദത്തം വയനാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. കാളിദാസ്, കഴിഞ്ഞ ദിവസത്തെ മമ്മൂട്ടിയുടെ ഈ സന്ദർശനത്തിന് പിന്നാലെ ഏറെ ചർച്ചയായത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം തന്നെയാണ്. ഇപ്പോൾ കെ റഫീഖ് പറയുന്നു അദ്ദേഹം വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ. എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? അതുതന്നെയാണ് അമൃത. കഴിഞ്ഞ ദിവസത്തെ ടൗൺഷിപ്പ് സന്ദർശന വിവാദം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം വലിയ രീതിയിൽ ഓരോ പക്ഷങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ ഒരു വാദം ഏറ്റെടുക്കുന്നതെല്ലാം തന്നെ കണ്ടു. അത്തരത്തിലുള്ള സൈബർ ഹാൻഡിലുകൾ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ മറ്റൊരു രീതിയിലേക്കൊക്കെ മാറ്റുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ശേഷം ഈ ഒരു വിവാദം ഉയർന്നതിന് ശേഷം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ മമ്മൂട്ടി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. റഫീഖിന്റെ ഭാഗത്തു നിന്നും തന്നെ ഈ സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആദ്യം ഒരു സാധാ കോളും പിന്നീട് ഒരു വീഡിയോ കോളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നു, അത് ഒരു സ്വകാര്യ സംഭാഷണം അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണമായി മാത്രം കണക്കാക്കിയാൽ മതി, ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ആ സംഭാഷണത്തെ അത്തരത്തിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതും തനിക്കറിയില്ല എന്നുള്ളതും കൂടിയാണ് മമ്മൂട്ടി പറഞ്ഞതായി റഫീഖിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളത്. എന്നിരുന്നാലും ഇനി വലിയ വൈകാതെ തന്നെ ഇത്തരത്തിൽ എല്ലാ മാധ്യമങ്ങൾക്കുമായി ഒരു പ്രതികരണം കെ റഫീഖ് സിപിഐഎം വയനാട് ജില്ലാ സെക്രട്ടറി നൽകുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ മാനന്തവാടിയിലാണ്. മാനന്തവാടിയിൽ നിന്ന് തിരിച്ചെത്തുന്ന ആ ഒരു സമയമനുസരിച്ച് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു പ്രതികരണം നൽകാമെന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.